വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ എല്ലാവരും ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന്റെ സിലബസ് ഒക്കെ വന്നത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് പേരൊക്കെ ഒരു വർഷമായിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തിലുള്ള എക്സാമിന്റെ സിലബസിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഇപ്രാവശ്യം PSC സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മാത്സിനൊക്കെ വെയിറ്റേജ് കൂട്ടി, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മുടെ സിലബസിലുണ്ട്. സോ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കാലമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും സിലബസ് മാറിയെന്നോർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന മാത്സ് തന്നെയാണ് ഏകദേശം സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട്, എല്ലാവരും ബിടെക് കഴിഞ്ഞ ആൾക്കാരല്ലേ, സോ നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും മാത്സ് ഒക്കെ. സോ ഇന്നത്തെ ഒരു സെഷനിൽ മാത്സിലെ ലീനിയർ അൾജിബ്ര എന്നുള്ള ഒരു സെഷനിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ മെട്രിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. ആദ്യം തന്നെ എന്താണ് മെട്രിക്സ് എന്ന് അറിയണം. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എലമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ മെട്രിക്സിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ റെക്ടാങ്കുലർ അറേ ഓഫ് എലമെന്റ്സ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് എഴുതും മെട്രിക്സ് 1 2 3 4 5 6 7 8 9 ഇങ്ങനെ എലമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെ മെട്രിക്സ് എന്ന് പറയും. സോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടാങ്കുലർ അറേ ഓഫ് എലമെന്റ്സ് ആണ്. നമ്മൾ ജനറലി മെട്രിക്സിന്റെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ്. A11 A12 A13 up to etc A1n, then A21 A22 A23 എക്സെട്ര A2n. ആൻഡ് ഇങ്ങനെ നമ്മൾ കുറേ എലമെന്റ്സ്, കുറേ റോസും കുറേ കോളംസും ഉണ്ടായിരിക്കും. ആൻഡ് ഫൈനൽ റോ എന്ന് പറയുന്നത് AM1 AM2 AM3 അപ് ടു എക്സെട്ര AMN ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് വരിക. സോ ഇതിൽ റോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഒരു തന്നിട്ടുള്ള നമ്മൾ എഴുതിയ എലമെന്റ്സിന്റെ അറേയില് ഇതാണ് ഒരു റോ. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് ഒരു റോ. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ എഴുതുന്ന എലമെന്റ്സിനെ ഒരു റോ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേർട്ടിക്കലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു എലമെന്റ്സിനെ നമ്മൾ എന്താ പേര് പറയുക? ഇതാണ് ഒരു കോളം. സോ നമുക്ക് കോളം ഉണ്ടാവും, റോയും ഉണ്ടാകും. ഈ ഒരു തന്നിട്ടുള്ള നമ്മൾ എഴുതിയ മെട്രിക്സിൽ എത്ര റോ ഉണ്ടെന്ന് ചോദിച്ചാൽ M റോസ് ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ M1 എന്ന് എഴുതിയല്ലോ. M റോസും N കോളവുമാണുള്ളത്. ഇനി നമ്മൾ A11 അല്ലെങ്കിൽ A12 എന്നൊക്കെ പറഞ്ഞ് എലമെന്റ്സ് എഴുതുമ്പോൾ ജനറലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Aij എന്നാണ്. സോ നമ്മൾ ഒരു എലമെന്റിനെ, മെട്രിക്സിന്റെ ഉള്ളിലുള്ള ഒരു എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക Aij വെച്ചിട്ടാണ്. I എന്ന് പറഞ്ഞാൽ ith റോയാണ്, ദെൻ jth കോളം, അതായത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് മനസ്സിലാവും. ഒരു എലമെന്റ് A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ആണ്. A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെന്റ് ആണ്. ആൻഡ് A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ തേർഡ് കോളം എലമെന്റ് ആണ്. ഇനി Mn എന്ന് പറഞ്ഞാൽ mth റോ nth കോളം. ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ Aij എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ദെൻ ഒരു മെട്രിക്സിന് എപ്പോഴും ഓർഡർ ഉണ്ടായിരിക്കും. ഓർഡറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക M/n എന്നുള്ള ഫോർമാറ്റിലാണ്. അതായത് M റോയും N കോളവും. ഒരു മെട്രിക്സിൽ എത്ര കോളം ഉണ്ട്, എത്ര റോ ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ പറയുക. ഇവിടെ M എന്ന് കാണിക്കുന്നത് റോയും N എന്ന് കാണിക്കുന്നത് നമ്പർ ഓഫ് കോളംസുമാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണുള്ളതെന്നാണ് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സ് നമുക്ക് യൂസ്ഫുൾ ആവുക എവിടെയാ ചോദിച്ചാൽ, നിങ്ങൾ റാങ്ക്, ഏഗൺ വാല്യൂ, ഏഗൺ വെക്ടർ, ഡിറ്റർമിനന്റ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സിന് നമുക്ക് കുറുക്കു വഴികളൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ചിലപ്പോൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും, ചിലപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സ് അറിഞ്ഞു വെക്കണം. സോ ഫസ്റ്റ് ടൈപ്പ് മെട്രിക്സ് എന്ന് പറയുന്നത് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ലഡു പൊട്ടണം. റോ മാത്രമേ ഉള്ളൂ അതില്. സോ റോ മാത്രമുള്ള ഒരു മെട്രിക്സ് ആണ്. ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A = 1 2 3 എന്ന് എഴുതി. ഈ ഒരു മെട്രിക്സിൽ ഒറ്റ റോ മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ എത്ര കോളം വേണമെങ്കിലും ആവാം. ഒരു റോ മാത്രമാണുള്ളത്, എത്ര കോളം ആയാലും പ്രശ്നമില്ല. സോ റോ മെട്രിക്സിന്റെ പ്രത്യേകത ഓൺലി 1 റോ ആയിരിക്കും.
ദെൻ ഇതിന്റെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/3 മെട്രിക്സ് അല്ലേ, ഒരു റോയും 3 കോളവുമാണ്. സോ കോളത്തിന്റെ എണ്ണം എത്ര വേണമെങ്കിലും നമുക്ക് വേരി ചെയ്യാം, പക്ഷേ ഒറ്റ ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയും. ദെൻ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ്. അപ്പൊ എന്തായിരിക്കും കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു കോളം അല്ലെങ്കിൽ സിംഗിൾ കോളം മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക, കോളം മെട്രിക്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ 1 2 3 എന്ന് ഞാൻ ഇങ്ങനെ എഴുതിയാലോ, ഇതിൽ ഒറ്റ കോളം മാത്രമല്ലേ ഉള്ളൂ, എത്ര റോ വേണമെങ്കിലും ആവാം. ഇതിന്റെ ഓർഡർ 3/1, ഇതൊരു 3/1 മെട്രിക്സ് ആണ്. സോ 3 റോ ഉണ്ട്, ഒറ്റ കോളം മാത്രമേ ഉള്ളൂ, സിംഗിൾ കോളം ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അവിടെ നമുക്ക് എത്ര റോ വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു മെട്രിക്സ് അടുത്തത് എഴുതാൻ പോവുകയാണ്, സ്ക്വയർ മെട്രിക്സ്. മൂന്നാമത്തെ ഒരു ടൈപ്പ് സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ ആദ്യം എഴുതാം. 1 2 3 4 5 6 7 8 9. ഈ ഒരു മെട്രിക്സിന്റെ പ്രത്യേകത എന്താ, നമ്മൾ നമ്പർ ഓഫ് കോളം നോക്കുമ്പോൾ നമ്പർ ഓഫ് റോക്ക് ഈക്വൽ ആണ് അല്ലേ. നമ്മൾ സാധാരണ ഓർഡർ എന്ന് പറയുമ്പോൾ m/n ഇട്ടിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ എമ്മും എന്നും ഈക്വൽ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. എന്താണ് പ്രത്യേകത, നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ആയിരിക്കും. നമ്പർ ഓഫ് റോസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ആയിരിക്കും. ഇവിടുത്തെ ഓർഡർ എന്താണ്, ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇങ്ങനെ നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ ഇതിന് ഡയഗണൽ ഇല്ലേ, ഇവിടുത്തെ ഈ ഒരു മെയിൻ ഡയഗണലിനെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ്സിനെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയും. ഇതാണ് മെയിൻ ഡയഗണൽ. ദെൻ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പുറത്തും ഒരു ഡയഗണൽ ഇല്ലേ, ഇതിനെ നമ്മൾ ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഓഫ് ഡയഗണൽ എന്ന് പറയും. ഓഫ് ഡയഗണൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഓഫ് ഡയഗണൽ എന്നാണ് പേര് പറയുക. സോ 7 5 3 എന്ന് പറയുന്നത് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. അതേപോലെ തന്നെ 1 5 9 എന്ന് പറയുന്നത് മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആണ്. ഇനി ഞാൻ അടുത്തൊരു ടൈപ്പ് എഴുതാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നോക്കിയേ, 1 0 0 0 2 0 0 0 3. എന്താണ് ഈ ഒരു മെട്രിക്സിന്റെ പ്രത്യേകത, ഇതൊരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ് അല്ലെ. സ്ക്വയർ മെട്രിക്സ് ആണ്, കാരണം m = n ആണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ, മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ എലമെന്റ്സും 0 അല്ലേ. ഇങ്ങനെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്, പക്ഷേ അവിടെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0 ആണ്. സോ എഴുതുക, നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. ദെൻ ഇതിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് അടുത്തത് എഴുതാൻ വേണ്ടി പോകുന്നത്. 5 0 0 0 5 0 0 0 5. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാവരും 0 ആണ്. ദെൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാവരും സെയിം അല്ലേ. ഡയഗണൽ എലമെന്റ് ഒഴികെ ബാക്കി എല്ലാ എലമെന്റും 0യുമാണ്, എന്നാൽ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിമും ആണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. എന്താണ് പേര് പറയുക, സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സിന്റെ പ്രത്യേകത, ഇതൊരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്, പക്ഷേ അവിടെയുള്ള ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആണ്, ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെയും 0യുമാണ്. സോ ഡയഗണൽ മെട്രിക്സ് in which all diagonal element are constant. Then ഈ ഒരു സ്കേലാർ മെട്രിക്സിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് നമുക്ക് അടുത്തൊരു ടൈപ്പ് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്കേലാർ മെട്രിക്സ് ആകുമ്പോൾ മെയിൻ ഡയഗണൽ ഒഴികെയുള്ള ബാക്കി എല്ലാവരും 0 ആണ്. മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ദെൻ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണെങ്കിലോ,
അപ്പോൾ എങ്ങനെയായി? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിലുള്ള മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആണ്, അതെല്ലാം ഈക്വൽ ടു 1 കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേര് ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. സോ ഡയഗണൽ എലമെന്റ്സ് ഒക്കെയും 1 ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിരിക്കും. നമ്മളിങ്ങനെ 3x3 ആണെങ്കിൽ ഇതിനെ I3 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. 2x2 ആണെങ്കിൽ I2 എന്ന് റെപ്രസെന്റ് ചെയ്യും. 2x2 മെട്രിക്സ് ആണെങ്കിൽ I2 എന്ന് റെപ്രസെന്റ് ചെയ്യും. സോ I1 എന്ന് പറഞ്ഞാൽ 1x1 മെട്രിക്സ് ആയിരിക്കും. ക്ലിയർ ആയോ? ദെൻ ഇനി നമുക്ക് പറയാനുള്ളത്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് റാങ്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ കേസുകളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമിന് ഈസി ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മെട്രിക്സ് ഐഡന്റിഫൈ ചെയ്താൽ മതിയാകും. ദെൻ ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഒരു മെട്രിക്സ് ഞാനൊരു എഴുതി കഴിഞ്ഞതിന് ശേഷം പറയാം. 1 2 3 0 2 5 0 0 3 ഇതൊരു മെട്രിക്സ് ആണ്. ദെൻ അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഞാൻ എഴുതുന്നു. 1 0 0 4 2 0 10 6 3. ഞാൻ 2 മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു എന്താ പറയുക മെട്രിക്സിലേക്ക് തന്നെ നിങ്ങൾ വരിക. ഇതാണ് നമ്മളെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് 1 2 3. മെയിൻ ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എലമെന്റ്സ്, മെയിൻ ഡയഗണലിന് താഴെയുള്ള എലമെന്റ്സ് ഒക്കെ എന്താണ്? 0 അല്ലേ? ഇങ്ങനെ മെയിൻ ഡയഗണലിന് താഴെയുള്ള എലമെന്റ്സ് ഒക്കെ 0യും മെയിൻ ഡയഗണലിന് മുകളില് നോൺ സീറോ വാല്യൂസും വരുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഓക്കെ, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സിൽ മെയിൻ ഡയഗണലിന് താഴെയുള്ള പോർഷനിലാണ് 0 വരുന്നത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമ്മൾ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയും. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയും. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിന് താഴെയുള്ള എലമെന്റ്സ് ഒക്കെയും 0 ആണ്. ദെൻ മെയിൻ ഡയഗണലിന് അടുത്ത കേസ് നോക്കിയേ, ഇവിടെ മെയിൻ ഡയഗണലിന് മുകളിലുള്ള എലമെന്റ്സ് ഒക്കെ 0 അല്ലേ? അപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ഈ ഒരു കേസിനെ നമ്മൾ പറയുന്ന പേര് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്നാണ്. ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുക. സോ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സും ലോവർ ട്രയാങ്കുലാർ മെട്രിക്സും മെയിൻ ഡയഗണലിന് മുകളിലുള്ള വാല്യൂസ് 0 ആവുകയാണെങ്കിൽ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. മെയിൻ ഡയഗണലിന് താഴെയുള്ള വാല്യൂസ് 0 ആവുകയാണെങ്കിൽ അത് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ദെൻ ഇനി എപ്പോഴാണ് ഒരു മെട്രിക്സിനെ നൾ മെട്രിക്സ് എന്ന് പറയുക? നൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലെ? നൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നല്ലേ അർത്ഥം? അതായത് ഒരു മെട്രിക്സിലെ എലമെന്റ്സ് ഒക്കെയും 0 0 0 ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ നൾ മെട്രിക്സ് എന്ന് പറയും. ഒരു മെട്രിക്സ് എടുത്തിട്ട് അതിന്റെ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിനെ നൾ മെട്രിക്സ് എന്നാണ് നമ്മൾ പേര് പറയുക. ദെൻ അടുത്തൊരു മെട്രിക്സ് ഉണ്ട് ഐഡം പൊട്ടന്റ് മെട്രിക്സ്. ഐഡം ലൈൻസ് വന്നല്ലോ. ഐഡം പൊട്ടന്റ് മെട്രിക്സ്. ഐഡം പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില മെട്രിക്സുകൾ എടുക്കുമ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുന്നതിനെ എ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ? എ സ്ക്വയർ ഈക്വൽ ടു എ ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഐഡം പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. എ സ്ക്വയർ ഈക്വൽ ടു എ ആയിട്ടുള്ള മെട്രിക്സിനെ ഐഡം പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയും. ദെൻ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണ്. ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണ്. ഇൻവല്യൂട്ടറി മെട്രിക്സിന്റെ പ്രത്യേകത എ സ്ക്വയർ ഈക്വൽ ടു ഐ. ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 1 0 0 1 എന്നുള്ള മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ എ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഐ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയും. ദെൻ എ സ്ക്വയർ ചെയ്യുമ്പോൾ 0 ആയാൽ നമ്മൾ അതിനെ നിൽ പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയും. നിൽ പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയും. എ സ്ക്വയർ ഈക്വൽ ടു ഐ ആയിരിക്കും. എ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കും. നിൽ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് ഓർത്തു വെക്കുക. ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടേം പറയാനുള്ളത് എന്താണ് ഒരു മെട്രിക്സിന്റെ ട്രേസ്. ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ട്രേസ് എന്ന് പറഞ്ഞാൽ അതിലെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ് ട്രേസ്. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ് ട്രേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 ഇതിന്റെ ട്രേസ് എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൻ ഡയഗണൽ എലമെന്റ്സ് സം ചെയ്യുക. അപ്പൊ എന്ത് വരും? 1
5 9 ഇത് സം ചെയ്താൽ പോരെ, അതായത് 15 എന്ന് വരും. ട്രേസ് എന്ന് പറഞ്ഞാൽ 15 എന്ന് വരും. ക്ലിയർ ആയോ? സോ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആണ് ട്രേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെട്രിക്സിൽ ചില സമയത്ത് നിങ്ങൾ മാത്സ് സിലബസിൽ വരുന്ന ലെക്ചറിംഗ് ബോഡിയുടെ ഒക്കെ സിലബസ് നോക്കുന്ന സമയത്തും എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് വെച്ചിട്ടുള്ള സിമ്പിൾ പ്രോബ്ലം ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുക എപ്പോഴാണെന്ന് അറിഞ്ഞു വെക്കണം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സും അതേപോലെ തന്നെ ഓർഡറും സെയിം ആയിരിക്കണം. ഈക്വൽ ആവണം എന്ന് പറഞ്ഞാൽ രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എയും ഈക്വൽ ടു ബി എന്ന് പറയണമെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ എലമെന്റ്സ് കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആയിരിക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. കെ എൽ എം എൻ ഇതെന്റെ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ദെൻ ബി എന്ന് പറയുന്ന അനദർ മെട്രിക്സ് ഉണ്ട് ഇ എഫ് ജി എച്ച്. ഇതും ഒരു 2x2 മെട്രിക്സ് അല്ലേ? സോ ഓർഡർ സെയിം ആണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ സെയിം ആയാൽ മാത്രം പോരാ, കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആയിരിക്കണം. സോ ഇവിടെ എന്തായിരിക്കും കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കെ A11 എന്ന് പറയുന്നത് ഇവിടെ കെ ആണ്, ഇവിടെ ഇ ആണ്. അപ്പൊ കെ ഈക്വൽ ടു ഇ ആയിരിക്കണം, എൽ ഈക്വൽ ടു എഫ് ആയിരിക്കണം, എം ഈക്വൽ ടു ജി ആയിരിക്കണം, എൻ ഈക്വൽ ടു എച്ച് ആയിരിക്കണം. ഇങ്ങനെ ഇക്വാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം ഒരു എലമെന്റിന് പകരം എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ദെൻ എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകളെ ഇനി നമ്മൾ അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ നോക്കാം. സോ ഇവിടെയും നമ്മൾ അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യണമെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ പറയുമല്ലോ സെയിം യൂണിറ്റ് ഉള്ളതേ കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. രണ്ട് യൂണിറ്റുകൾ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിലോ അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. സോ അതിനുശേഷം നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് സം ചെയ്ത് കൊടുത്താൽ മതി. ഒരു എക്സാമ്പിൾ കാണിക്കാം. അഡീഷന്റെ 6 7 8 9 ആണ് ഒന്നാമത്തെ മെട്രിക്സ്. ഇതിനോട് നമുക്ക് 1 2 3 4 ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 2x2 അല്ലേ? രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡറും 2x2 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ഓർഡർ സെയിം ആണ്. സോ അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യാം. ഇനി അഡീഷൻ ചെയ്യേണ്ട സമയത്ത് A11ന്റെ സ്ഥലത്തുള്ള രണ്ട് എലമെന്റ്സ് എടുക്കുക, അത് തമ്മിൽ ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സും ഒരു 2x2 തന്നെ ആയിരിക്കും. സോ 6 + 1 ആയിരിക്കും ഫസ്റ്റ് എലമെന്റ്, 7 + 2 ആയിരിക്കും അടുത്ത എലമെന്റ്, 8 + 3 ആണ് തേർഡ് എലമെന്റ്, ആൻഡ് 9 + 4 ആയിരിക്കും നാലാമത്തെ എലമെന്റ്. അതായത് 7 9 11 13 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കാം. അഡീഷനായി ഇക്വാലിറ്റി, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഇനി സബ്സ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ രണ്ട് എലമെന്റ്സ് തമ്മിൽ കുറയ്ക്കണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സൈൻ മാറുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എന്നാണ്. നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വെച്ചിട്ട് 1 2 3 4 എന്നുള്ള ഈ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാ എലമെന്റ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാ എലമെന്റ്സിനെയും കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? ആദ്യത്തെ എലമെന്റ് കെ, രണ്ടാമത്തെ എലമെന്റ് 2k, മൂന്നാമത്തെ എലമെന്റ് 3k ആൻഡ് നാലാമത്തെ എലമെന്റ് 4k എന്ന് വരും. ഒരു എക്സാമ്പിൾ പറയാം. 2 × 1 2 3 4 ആണെങ്കിൽ ആദ്യത്തെ എലമെന്റ് ഈ 2 വെച്ചിട്ട് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആദ്യത്തെ എലമെന്റ് 1 × 2, രണ്ടാമത്തെ എലമെന്റ് 2 × 2, മൂന്നാമത്തെ എലമെന്റ് 3 × 2 ആൻഡ് നാലാമത്തെ എലമെന്റ് 4 × 2. സോ എലമെന്റ്സ് ഏതൊക്കെ വരും? 2 4 6 8 എന്ന് വരും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ രണ്ട് ഡിഫറെന്റ് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എയുടെ നമ്പർ ഓഫ്
എയുടെ ഓർഡർ എന്തായിരിക്കും? m/n ആയിരിക്കണം. ബിയുടെ ഓർഡർ n/p ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോളം ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോ ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് കോളം ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് n ആണ്, ആൻഡ് നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് n ആണ്. ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് കോളം ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഓക്കെ, സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും ഈക്വൽ ആയിരിക്കണം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് m/p ആയിരിക്കും. അതിലില്ലാത്ത ബാക്കി ആൾക്കാർ ആരാ? എമ്മും പിയുമാണ്. സോ a ഇൻറ്റു ബി ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് m/p ആയിരിക്കും. അതിന്റെ ഓർഡർ ആണ് പറയുന്നത്. m/n മെട്രിക്സും n/p മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ m/p ആയിരിക്കും അതിന് കിട്ടുന്ന ഓർഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ a എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട് 1 2 3 4 ആൻഡ് ബി എന്നുള്ള മെട്രിക്സ് ഉണ്ട് 3 2. ഓർഡർ നോക്കിയേ, ആദ്യത്തത് 2/2 മെട്രിക്സ് ആണ്, രണ്ടാമത്തത് ഒരു 2/1 മെട്രിക്സ് ആണ്, രണ്ടാമത്തത് ഒരു കോളം മെട്രിക്സ് ആണ്, 2/1 മെട്രിക്സ് ആണ്. സോ നമ്മൾ നോക്കുക, ഇവിടെ 2ഉം ഈക്വൽ ആയല്ലോ. നമ്പർ ഓഫ് കോളം ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോ ഓഫ് സെക്കൻഡ് മെട്രിക്സ് എന്ന് വന്നു. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന a ഇൻറ്റു ബി ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/1 ആയിരിക്കും. 2/1 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം ഹൊറിസോണ്ടലായി പോയി പിന്നെ വെർട്ടിക്കലായിട്ട് ഇറങ്ങുന്ന പോലെ, അതായത് 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 2 ഈ ഒരു ഓർഡറിലാണ് ചെയ്യേണ്ടത്. 1 ഇൻറ്റു 3 എല്ലാ എലമെന്റ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം പൊസിഷനിലുള്ള എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുക. റോയും കോളവും തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കേണ്ടത്. സോ 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 2 ആയിരിക്കും ആദ്യത്തെ എലമെന്റ്. രണ്ടാമത്തെ എലമെന്റ് 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 2 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ. 3 പ്ലസ് 4 7 എന്ന് വരും. ആൻഡ് 3 ഇൻറ്റു 3 9 പ്ലസ് 8 9 പ്ലസ് 8 17 എന്ന് വരും. ഇതാണ് നമ്മുടെ റിസൾട്ടിങ് മെട്രിക്സ്. ഇതിന്റെ വാല്യൂ ഓർഡർ 2/1 ആണ്. സോ ഇങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒരു റോയിനെ അടുത്ത കോളം വെച്ചിട്ട്, ഒരു റോ ഓഫ് എലമെന്റ്സിനെ അടുത്ത മെട്രിക്സിലെ കോളം വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. റോ ഇൻറ്റു കോളം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. സോ ഈ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ്, മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. എന്താണ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ്? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ ഞാൻ a ട്രാൻസ്പോസ് എന്നാണ് എഴുതുക. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ സിംപ്ലി റോ എല്ലാം കോളം ആക്കിയിട്ട് മാറ്റുക, കോളം എല്ലാം റോ ആക്കിയിട്ട് മാറ്റുക. റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ് ആണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഒരു മെട്രിക്സ് എയുടെ ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ റോയും കോളവും നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട് ABC DEF HIJ. ഇതാണ് എൻ്റെ ഒന്നാമത്തെ മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? ഇവിടുത്തെ ഫസ്റ്റ് കോളം ADH ആണല്ലോ, അതിനെ ആദ്യം തന്നെ റോ ആക്കിയിട്ട് മാറ്റുക. ആദ്യത്തെ കോളത്തിനെ റോ ആക്കിയിട്ട് എഴുതുക. അപ്പം എന്ത് വരും? ADH എന്ന് വരും. ദെൻ അടുത്ത കോളം BEI ആണ്, അതിനെയും ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതുക. ദെൻ CFJ ആണ് മൂന്നാമത്തെ കോളം, CFJനെയും റോ ആക്കിയിട്ട് മാറ്റുക. ഇപ്പൊ എന്ത് നടന്നു? എല്ലാ കോളത്തിനെയും നമ്മൾ റോ ആക്കിയിട്ട് മാറ്റി, അല്ലെങ്കിൽ റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എ ട്രാൻസ്പോസ് എന്ന് പറയുക. എന്താ ചെയ്തത്? ഇന്റർചേഞ്ച് റോ ആൻഡ് കോളം, ഇന്റർചേഞ്ച് റോ ആൻഡ് കോളം. ഇനി ഒരു 2/2 മെട്രിക്സ് ആണെങ്കിലോ ABCD എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ AC, ഇതാണ് ഒരു ഒരു കോളം, അതിനെ റോ ആക്കി മാറ്റി. ദെൻ BD, ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ കിട്ടുന്നതാണ് എന്ത്? ട്രാൻസ്പോസ്. റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. ദെൻ ഇങ്ങനെ നമ്മൾ എ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് ഈക്വൽ ടു എ തന്നെ വന്നാലോ? നമ്മളൊരു മെട്രിക്സ് എടുത്തു, അതിന്റെ റോയും കോളവും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്ത് ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു.
ദെൻ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് കിട്ടുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. എന്താണ് സിമെട്രിക് മെട്രിക്സ്? സിമെട്രിക് നമുക്ക് രണ്ട് ടേം ആണ് പറയാനുള്ളത്, സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ തന്നെ കിട്ടിയാൽ നമ്മൾ അതിനെ സിമെട്രിക് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ 1 3 3 2 ഈ ഒരു മെട്രിക്സിനെ നിങ്ങൾ എടുത്തു നോക്കിയേ, ഇതാണ് എ. നിങ്ങൾ എന്ത് ചെയ്യുക? എ ട്രാൻസ്പോസ് എടുക്കുക. അപ്പൊ എന്ത് വരും? ഫസ്റ്റത്തെ കോളം 1 3 ആണ്, അത് ഹൊറിസോണ്ടൽ ആക്കി. രണ്ടാമത്തെ കോളം 3 2 ആണ്, അതും ഹൊറിസോണ്ടലി എഴുതി. എ ട്രാൻസ്പോസും എയും ഈക്വൽ തന്നെയല്ലേ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ തന്നെയല്ലേ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിട്ട് തന്നെ വരുവാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇനി ചില സമയത്ത് നമ്മൾ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഈക്വൽ ടു എ ആയിരിക്കില്ല, ഈക്വൽ ടു മൈനസ് എ വന്നു എന്ന് ഇരിക്കട്ടെ. എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഈക്വൽ ടു മൈനസ് എ എന്ന് വന്നു. എങ്ങനെയാ വന്നത്? എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് എ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറയുക. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പേര് പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എ എന്നുള്ള മെട്രിക്സ് ഞാൻ എഴുതുകയാണ്. 0 1 2 -1 0 3 -2 -3 0. ഇതിന് ട്രാൻസ്പോസ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്കിയേ. എ ട്രാൻസ്പോസ് വിൽ ബി ഈക്വൽ ടു ആദ്യത്തെ കോളത്തിനെ ഞാൻ റോ ആക്കുന്നു, 0 -1 -2 then 1 0 -3 then 2 3 0. ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്തായിട്ടാ വന്നിട്ടുള്ളത്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ അല്ലേ? മൈനസ് എ തന്നെയല്ലേ വന്നത്? അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആയിട്ട് വന്നു. ഇങ്ങനെയുള്ള മെട്രിക്സുകളെ നമ്മൾ എന്ത് പറയും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഈ ഒരു ട്രാൻസ്പോസിന് കുറച്ച് പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. അതായത് ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചെയ്യേണ്ടി വരിക. എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു, അതിന് ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുത്താൽ വിൽ ബി ഈക്വൽ ടു എ ആയിരിക്കും. നമ്മൾ എടുത്ത മെട്രിക്സ് ഏതാണോ അത് തന്നെ കിട്ടും. 2 തവണ ട്രാൻസ്പോസ് എടുത്താൽ നമ്മൾ എടുത്ത മെട്രിക്സ് ഏതാണോ അത് തന്നെ കിട്ടും. ദെൻ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിൽ, എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിൽ അതിനെ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിൽ അതിനെ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. ദെൻ കെ ഇൻറ്റു കോൺസ്റ്റന്റ് ആണ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസിന് ഇക്വലന്റ് ആയിരിക്കും. ദെൻ ഇവിടുന്ന് മാറിപ്പോകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ബി ഹോൾ ട്രാൻസ്പോസ് ആണ്. എ ബി ഹോൾ ട്രാൻസ്പോസിന്റെ വാല്യൂ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് അല്ല, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ എ ട്രാൻസ്പോസിനെ ഒന്നുകൂടി ട്രാൻസ്പോസ് എടുത്താൽ നമ്മുടെ എടുത്ത മെട്രിക്സ് തന്നെ കിട്ടും. എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറയാം. കെ ഇൻറ്റു എ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് കെനെ കോൺസ്റ്റന്റിനെ പുറത്ത് നിർത്താം. ദെൻ എ ഇൻറ്റു ബി ഹോൾ ട്രാൻസ്പോസിനെ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് നമുക്ക് എഴുതാം. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ നോക്കിയിട്ട് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് ഡിറ്റർമിനന്റ്? എങ്ങനെയാണ് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ എ ബി സി ഡി എന്ന് ഞാൻ കാണിച്ചു. ഡിറ്റർമിനന്റിനെ നമ്മൾ കാണിക്കുക എന്തിൻ്റെ ഉള്ളിലാ? ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. നമ്മൾ മോഡുലസ് എഴുതുന്ന പോലെ എനെ എഴുതിയാൽ അതിനെ ഡിറ്റർമിനന്റ് എന്നാണ് വായിക്കേണ്ടത്. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഡിറ്റർമിനന്റ് ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം മെയിൻ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? എ ഡി എന്ന് വരും. മൈനസ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ബി സി എന്ന് വരും. എ ഡി മൈനസ് ബി സി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ കിട്ടും. ഇനി 3x3 ആണെങ്കിലോ? ഞാനൊരു എക്സാമ്പിൾ എഴുതാം. 3x3 എ ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, ഇതാണ് എൻ്റെ മെട്രിക്സ് എന്നിരിക്കട്ടെ. 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് നമ്മുടെ എ അല്ലേ? എ ഇൻറ്റു എ വരുന്ന റോയും എ വരുന്ന കോളവും ഒഴിവാക്കിയിട്ട് ബാക്കി ആരാ അവിടെ ഉള്ളത്? ഇ എഫ് എച്ച് ഐ. ഇപ്പൊ ഇതൊരു 2x2 ആയില്ലേ? ഈ ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി.
അതേപോലെ അടുത്ത എലമെന്റ് ആരാ? ബി ആണ്. പക്ഷെ നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവും നെഗറ്റീവും ഇട്ട് കൊടുക്കണം. ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവും നെഗറ്റീവും ഇട്ട് കൊടുക്കണം. സോ അടുത്ത ടേം മൈനസ് വരും. ദെൻ രണ്ടാമത്തെ ടേം ഏതാണ്? ഞാൻ ഈ റൗണ്ട് ചെയ്തതെന്ന് മാറ്റാണ്. രണ്ടാമത്തെ ടേം ബി ആണ്. മൈനസ് ബി ഇൻറ്റു ബി വരുന്ന റോയും ബി വരുന്ന കോളവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എലമെന്റ് ഡി എഫ് ജി ഐ ആണ്. ഡി എഫ് ജി ഐ ആണ്. ദെൻ 2/2 ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ദെൻ ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇടണം. അപ്പൊ മൂന്നാമത്തെ ടേം പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് സി ഇൻറ്റു മൂന്നാമത്തെ ടേം ഏതാണ്? സി അല്ലേ? അപ്പൊ പ്ലസ് സി ഇൻറ്റു സി വരുന്ന റോയും കോളവും അങ്ങ് ഒഴിവാക്കിയാൽ ബാക്കി ഡി ഇ ജി എച്ച് എന്ന് വരും. ഇനി നമുക്ക് 2/2 കണ്ടുപിടിച്ചൂടെ? നമ്മൾ മെയിൻ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഓഫ് ഡയഗണൽസ് എടുക്കുക. അപ്പൊ ആൻസർ എങ്ങനെ വരും? എ ഇൻറ്റു EI minus HF, EI minus HF and minus B into DI minus GF, DI minus GF. തല മറിഞ്ഞ് കാണുന്നില്ല അല്ലേ? താഴത്തേക്ക് എഴുതാം ഞാൻ ഒന്നുകൂടെ. ഓക്കെ, ഡിറ്റർമിനന്റ് വിൽ ബി ഈക്വൽ ടു A into EI minus HF minus B into DI minus GF plus C into DH മൈനസ് ജി ഇ. ഇതായിരിക്കും നമ്മുടെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ഒരു ഡിറ്റർമിനന്റിനും നമ്മൾ ട്രാൻസ്പോസിന് പ്രോപ്പർട്ടി പറഞ്ഞ പോലെ തന്നെ ഡിറ്റർമിനന്റിനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ലാംഡ ഒരു സ്കേലാർ ആണെങ്കിൽ മോഡുലസ് ഓഫ് ലാംഡ ഇൻറ്റു എ എന്ന് പറയുന്നത് ലാംഡ റേസ് ടു എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എ ആണ്. ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ആണ്, മെട്രിക്സിന്റെ ഓർഡർ ആണ്. അതായത് നമുക്കൊരു ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് ലാംഡ ഇൻറ്റു എ കണ്ടുപിടിക്കണം. ലാംഡ ഇൻറ്റു എ കണ്ടുപിടിക്കണമെങ്കിൽ ലാംഡ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും ആൻസർ. ഇതിൽ എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് മെട്രിക്സ് ആണ്. ദെൻ നമ്മൾ ഡയഗണൽ മെട്രിക്സ്, അതേപോലെ ട്രയാങ്കുലാർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ് ആയിക്കോട്ടെ, ട്രയാങ്കുലാർ മെട്രിക്സ്, ബോത്ത് അപ്പർ ട്രയാങ്കുലാർ ആൻഡ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ് ഇതൊക്കെ വരുന്ന കേസിൽ ഡിറ്റർമിനന്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഓർമ്മയുണ്ടോ? ഡിറ്റർമിനന്റ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ക്ലിയർ ആയോ? സോ ഇതിനാണ് നമ്മൾ ടൈപ്പ് ഓഫ് മെട്രിക്സ് പഠിച്ചത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നു, വലിയ കുറെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങളോട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ അത് ഡയഗണൽ മെട്രിക്സ് ആണോ നോക്കുക, അല്ലെങ്കിൽ ട്രയാങ്കുലർ മെട്രിക്സ് ആണോ, സ്കേലാർ മെട്രിക്സ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുവാണെങ്കിൽ നമ്മളെ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ. ദെൻ മോഡുലസ് ഓഫ് എ അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആയിരിക്കും. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും രണ്ടും സെയിം ആയിരിക്കും. ദെൻ നമ്മളൊരു മെട്രിക്സ് എടുക്കുമ്പോൾ രണ്ട് കോളമോ അല്ലെങ്കിൽ രണ്ട് റോയോ ഒക്കെ ഐഡന്റിക്കൽ ആയി എന്ന് വിചാരിക്കുക. റോ അല്ലെങ്കിൽ കോളം ഐഡന്റിക്കൽ ആയിട്ട് വന്നാലും ഡിറ്റർമിനന്റ് എന്താണ്? 0 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിച്ചു എ ഈക്വൽ ടു 1 2 3 1 2 3 -2 -1 5 ഇങ്ങനെ ചോദിച്ചാൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പോലെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 1 2 3 1 2 3 റിപ്പീറ്റേഷൻ വന്നില്ലേ? രണ്ട് റോ ഇവിടെ ഐഡന്റിക്കൽ ആയി. ഇങ്ങനെ രണ്ട് റോ ഐഡന്റിക്കൽ ആവുകയാണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ എക്സാമിന് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വലിയ മെട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒക്കെ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എനിക്ക് രണ്ട് ടേം കൂടെ പറയാനുണ്ട്, സിംഗുലാർ മെട്രിക്സും നോൺ സിംഗുലാർ മെട്രിക്സും. നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ടു 0 വന്നു, ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ടു 0 വന്നാൽ അതിനെയാണ് നമ്മൾ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയാ. എന്താണ് പേര് പറയാ? സിംഗുലാർ മെട്രിക്സ് എന്ന് പേര് പറയും. ആൻഡ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെ നമ്മൾ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും.
ഇതും ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചൊക്കെ ചോദിക്കാറുണ്ട് പല എക്സാമിനും. ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ സിംഗുലാർ മെട്രിക്സ് എന്നും ഡിറ്റർമിനന്റ് വാല്യൂ നോൺ 0 ആയിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ നോൺ സിംഗുലാർ മെട്രിക്സ് എന്നും പേര് പറയും. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ ആണോ? നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയാണ് അഡീഷൻ, എങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ, എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ, എന്താണ് ട്രാൻസ്പോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ഡിറ്റർമിനന്റും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ഏഗൻ വാല്യൂസ് ഒക്കെയാണ് നമുക്ക് എക്സാമിന് വേണ്ടത്. സോ ഈ കാര്യങ്ങൾ വേണം കേട്ടോ. ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് പറയാൻ പറ്റുള്ളൂ. സോ അപ്പൊ IOന്റെ സിലബസ് ഒക്കെ മാറിയത് എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ മാറിയ സിലബസ് പ്രകാരമുള്ള റെക്കോർഡഡ് ബാച്ചസ് അയലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ സിലബസ് പ്രകാരമാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ ഒരു കുറഞ്ഞ സമയത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ സിലബസ് ഇപ്പോഴല്ലേ വന്നത്, എല്ലാവരും ഇപ്പോഴാണ് സിലബസ് കാണുന്നത്. മുന്നേ ഒരു വർഷമൊക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടാവും, പക്ഷെ അവരൊക്കെ പഴയ സിലബസ് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള തുടക്കമാണ് പുതിയ സിലബസിൽ. സോ നിങ്ങൾ എല്ലാവരും പോലെയും ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നോ അത്രയും ദിവസം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ കിട്ടും. സോ ഇതുവരെ ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.